ഹായ് ഗായ്സ്, യൂട്യൂബ് ചാനലിലേക്ക് ടോപ്പ് 10 ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് പ്രവീൺ പ്രണവിൻ്റെ ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു അപാകതകൾ സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പരക്കുന്നൊരു കാര്യമാണ്. എല്ലാ മനുഷ്യരുടെയും അർഹതമായ കരുതപ്പെടുന്ന അടിസ്ഥാന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമാണ് മനുഷ്യാവകാശം എന്നറിയപ്പെടുന്നത്. യെസ്, അത് പറഞ്ഞത് ശരിയാണ്. ഹ്യൂമൻ റൈറ്റ്സ് പ്രവീൺ പ്രണവിൻ്റെ കാര്യത്തിൽ ഒരിത്തിരി മാറിപ്പോയി എന്ന് തന്നെ നമുക്ക് തോന്നുന്നു. അവർക്ക് മാത്രം ഇട്ടുകൊടുത്തുകൊണ്ടിരുന്ന അവർ റീച്ചിന് വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ സമൂഹത്തോട് വളരെ ദ്രോഹമാണ് അവർ ചെയ്തത് എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ ബോധേഡാകുന്നത് ഇവരുടെ ഈ കാര്യത്തിൽ പ്രണവ് മൃദുല എന്നിവരുടെ കോംബോ ഇഷ്യൂവിൻ്റെ കാര്യത്തിലാണ്. യൂട്യൂബ് വരെ സോഷ്യൽ മീഡിയ വരെ അവരുടെ ഭാഗത്ത് നിന്നത്. ഇപ്പോൾ അവർക്കെതിരെയാണ്, പ്രണവിൻ്റെയും മൃദുലയുടെയും കൂടെയല്ല ജനങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു അപാകതത്തിൽ സംഭവിച്ച പല തെറ്റുകളും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതായത് ഈ വാക്കുകളിലൂടെ ഈ പ്രവീണിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്ന ആ വുമൺ ഒരു ശരാശരി അങ്ങനെയുള്ള ഒരു കാര്യത്തെ ആ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമായി സംസാരിക്കാൻ പറ്റിയ ആളാണോ എന്നതുപോലെ തന്നെ പ്രേക്ഷകർക്ക് സംശയമാണ്. വളരെ ഗൂഢാലോചനാപരമായ രീതിയിലുള്ള ഒരു ഗവൺമെൻറ് തീരുമാനങ്ങൾ പോലും തെറ്റാണ് എന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത്. ഒരു പ്രവണതയില്ലാത്ത ഒരു പ്രണവ് ഇഷ്യൂവിൻ്റെ കാര്യത്തിലുള്ള ആ ലാസ്റ്റ് ഒരു ഇമേജ് നമുക്ക് തകർന്നടിയുകയായിരുന്നു. അവരോടുള്ള വിശ്വാസം പ്രേക്ഷകർക്ക് മുഴുവനും ഉണ്ടായപ്പോൾ ആ വിശ്വാസം പോലും ഇല്ലായ്മയാകുന്ന വിധത്തിലേക്കുള്ള പ്രവീണിൻ്റെ ഇഷ്യൂവിൽ നമ്മൾ ആ ഒരു വിവാദം ഇപ്പോൾ മറ്റു തരത്തിലേക്ക് പ്രണവ് ഇഷ്യൂയുടെ ഇൻവോൾവ്ഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ്. NGO ഉഡായിപ്പ് എന്ന് തന്നെയാണ് അതും ഒരു ഉഡായിപ്പാണോ? ആ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി സംസാരിച്ച പെൺകുട്ടി, ആ വ്യക്തി, അതായത് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി സംസാരിക്കാൻ വന്ന പ്രണവിൻ്റെ കാര്യത്തിൽ സംസാരിക്കാൻ വന്ന ആ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഇടപെടൽ തെറ്റായ രീതിയിലാണ് എന്ന രീതിയും നമുക്ക് കാണുന്നു. അവർ മുമ്പ് നടത്തിയ പല ഹ്യൂമൻ റൈറ്റ്സ് വിവാദങ്ങളെക്കുറിച്ചും പുറത്തേക്ക് വരുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് മറ്റു രീതിയിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പേരിലുള്ള ആ ഒരു ചോദ്യങ്ങൾ ഇപ്പോൾ തട്ടിപ്പിലെ വലിയൊരു ഇരയായി മാറാൻ പോകുന്ന ഒരു പെണ്ണുങ്ങൾ തന്നെയാണ് ഇവർ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതും അതിലുള്ള ഒരു തട്ടിപ്പുപരമായ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ചിന്താഗതികളുടെ തെറ്റായ മേഡമെന്ന് പറഞ്ഞ ഈ പെണ്ണുങ്ങൾ മുൻകാലഘട്ടത്തിൽ എന്തൊക്കെയോ അഴിമതിക്ക് കൂട്ടുനിന്നു എന്നാണ് നമ്മൾക്ക് തെളിയാൻ കഴിഞ്ഞത്. അത് ശരിയാണോ? നമുക്ക് വ്യക്തമായി അറിയില്ലെങ്കിലും ഏതാണ്ട് സൂചനകൾ ആ രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു കയറി കഴിഞ്ഞു. ആ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അപാകതകൾ
ഈ ഒരു അലിഗേഷൻസിൻ്റെ പിന്നാലെ ഉണ്ടെങ്കിൽ അത് സൊല്യൂഷനാണ്, മറ്റൊരു വ്യക്തിക്കും സംഭവിക്കാതിരിക്കാനുള്ള പോസിബിലിറ്റിയാണ്. ഈ ഒരു പെണ്ണുങ്ങൾ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പേരിൽ ഇഷ്യൂ, അതായത് വിവാഹക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് മാനുഷിക പരിഗണനയുടെ പേരും പറഞ്ഞ് ഇഷ്യൂ സോൾവ് ആക്കി എന്ന് പറഞ്ഞ് വന്ന ഇവർ ഇപ്പോൾ തെറ്റിദ്ധാരണയുടെ വക്കിലേക്ക് പോവുകയാണ്. പല യൂട്യൂബ് ചാനലുകളും പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ ഈ വോയിസ് ക്ലിപ്പുമായി പുറത്തുവിടുന്ന വ്യൂസ് കൂട്ടാനുള്ള ഇവരുടെ ബുദ്ധിയാണ് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ വോയിസ് ക്ലിപ്പൊക്കെ ഇട്ട് പബ്ലിക്കിനോട് ഇവർ ഇങ്ങനെയൊക്കെ മാഡം എന്നൊക്കെ പറഞ്ഞ് ഇതൊരു വഷളാക്കിയ സംഭവമായിട്ടാണ് നമുക്കും തോന്നുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത് എന്നും എന്താണ് ഈ പ്രശ്നങ്ങളിൽ ഇവർ ഇൻവോൾവ് ആയതെന്നും ഈ കുടുംബ പ്രശ്നം മറ്റുള്ളവരുടെ മുന്നിലേക്ക് കാണിച്ച് പണം സമ്പാദിക്കുന്നു. പ്രവീൺ കൊച്ചു സംഭവത്തിൽ പ്രതികരണം ഇങ്ങനെയായി മാറുകയാണ്. അതാണ് സത്യം പുറത്തായി. ആരാധകർ എല്ലാവരും ഒടുവിൽ സംഭവിച്ചത് അറിഞ്ഞല്ലോ. പ്രവീണിൻ്റെ തട്ടിപ്പ് യൂട്യൂബിൻ്റെ റീച്ചിന് വേണ്ടിയും അത് അഴിമതിയുമാണെന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതാണ് യഥാർത്ഥ ഹ്യൂമൻ റൈറ്റ്സ്. അത് തെറ്റായ രീതിയാണെന്നത് ഹ്യൂമൻ റൈറ്റ്സിന് ഒരിക്കലും പാടില്ലാത്ത തെറ്റായ രീതിയാണെന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഹ്യൂമനോട് ചെയ്യാൻ പറ്റാത്ത തെറ്റുകളാണ് നോട്ട് ഹ്യൂമൻ റൈറ്റ്സ്. ഇത് തെറ്റായ വശങ്ങളാണ്. അപ്പോൾ ഇടപെടലുകൾ അത്തരത്തിലുള്ള ഇതാകുമ്പോൾ അതും നമുക്ക് പ്രശ്നം തന്നെയാണ്. വിവേചനമില്ലാത്ത ബുദ്ധിശൂന്യമായ കാര്യങ്ങളും അതിൽ സംഭവിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇതിനെക്കുറിച്ച് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് വിശദകരമായൊരു കമൻസ് നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. എന്താണ് മാനുഷിക അവകാശ പ്രവർത്തനം? ഈ ഒരു പ്രവീൺ പ്രണവിൻ്റെ കൊച്ചുവിൻ്റെയും ഈ ഇഷ്യൂവിൻ്റെ പിന്നിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നതാണ് ഒരാൾ പറയുന്നത് എന്നുള്ള ബേസിക് അറിവ് പോലുമില്ലാത്തവരിൽ ചിലർ മീഡിയ അറ്റൻഷൻ കിട്ടാനും സാമ്പത്തിക നേട്ടത്തിന് പേഴ്സണൽ പ്രതികാരം തീർക്കാനും വേണ്ടിയും തങ്ങൾക്കില്ലാത്ത അധികാരങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയും ഗവൺമെൻറ് സംവിധാനങ്ങളാണിത്. ഫേക്കായിട്ട് ഉണ്ടാക്കിയ കാശ് കൊടുത്ത് വീൽചെയർ കൊടുത്തും ഒക്കെ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ആദരവുകൾ വാങ്ങിയും അതല്ല പ്രദർശനം ചെയ്യുക വഴിയും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് താങ്കളുടെ അടുത്തേക്ക് എത്തിക്കുന്ന ഓരോ രീതിയാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫേക്കായിട്ടുള്ള മാനുഷിക അവകാശ പ്രവർത്തകർ ചെയ്യുന്നത് ഒരു മനുഷ്യാവകാശ പ്രവർത്തകർക്ക് NGO കേൾക്കും ആരോടും ആരുടെയും പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരമില്ല. നീതി നിഷേധിക്കപ്പെട്ട് തങ്ങൾ സമീപിക്കുന്നവർക്ക് നീതി കിട്ടാനുള്ള വഴികളിലേക്ക് അവരെ എത്തിക്കുന്നത് എന്നത് മാത്രമാണ് ചെയ്യേണ്ടത്. യഥാർത്ഥ മനുഷ്യാവകാശ പ്രവർത്തകർ പണം ആവശ്യപ്പെടില്ല എന്നതാണ് സത്യം. ഇങ്ങനെയുള്ളവർക്കെതിരെ കേരള മനുഷ്യാവകാശ കമ്മീഷനിലും വിവിധ പോലീസ് സ്റ്റേഷൻ കോടതികളിലും എന്നിവിടങ്ങളിൽ ക്രിമിനൽ ഡെഫോമേഷൻ കേസ്, തട്ടിപ്പ് കേസ് എന്നിവ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം വ്യാജ മനുഷ്യാവകാശ പ്രവർത്തകരെ എതിരെ താങ്കൾക്കും സ്വാധീനമുള്ള വ്യാജ മഞ്ഞ ചാനലുകൾ വീഡിയോ ഇടുക പതിവാണ്. അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ ആഹ്വാനങ്ങളുടെ നേരെയുള്ള വെല്ലുവിളിയായിരിക്കും. അതിനെല്ലാം കോടതിയിൽ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കും. കേസുകളും നിലവിൽ ഉണ്ട്.
മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ പേരിൽ ഇത്തരം വ്യാജന്മാർ നടത്തുന്ന എല്ലാത്തര മല പ്രാക്ടീസ് കേരള പോലീസ് ചീഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. കേരള പോലീസ് ചീഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങളാണിതൊക്കെ. അതിനുള്ള കേരള മനുഷ്യാവകാശ കമ്മീഷൻ മുൻകൈ എടുക്കേണ്ടത് ഹൈക്കോർട്ടിലെ GP-മാരെ പോലും കബളിപ്പിക്കാൻ കഴിയുന്ന വ്യാജ മനുഷ്യാവകാശ നേതാക്കന്മാർ, ഉന്നത അധികാരികൾ പോലും ഫോണിൽ വിളിച്ച് മനുഷ്യാവകാശത്തെ ഓഫീസിൽ നിന്നാണ് എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന അതീവ രഹസ്യ സുരക്ഷാ സംവിധാനം ഉള്ള FCL പോലെയുള്ള സ്ഥലങ്ങളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ ഒക്കെ വിളിച്ചു പറ്റിച്ചു കൊണ്ടിരുന്ന സമൂഹത്തിന് തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന പുഴുക്കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് നിയമ സംവിധാനങ്ങളിൽ ഉത്തരവാദിത്തമാണ്. ഇത് നമുക്കൊക്കെ വളരെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ ആഹ്വാനങ്ങളുടെ നേരെ വെല്ലുവിളിയായിരിക്കും ഇതൊരു വെല്ലുവിളി തന്നെയാണ്. സാധാരണക്കാർക്കെതിരെ, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഇതൊക്കെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് തന്നെയായിരിക്കും. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഓരോ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ ആലോചിക്കേണ്ടതും. സത്യങ്ങൾ മൂടിവെക്കാനുള്ളതല്ല, എല്ലാം തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്നതാണ് പരമാർത്ഥം. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങളാകട്ടെ, രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങളാകട്ടെ, പൊതുസ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അപാകതകൾ ഉണ്ടാകുമ്പോൾ അതിലും ചുറ്റിപ്പറ്റിച്ച് നാടക ന്യായീകരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു രീതി തന്നെയാണ്. പലരും പറയുന്ന തട്ടിപ്പിന് ഇരയാകുന്നവർ, മാനസിക പരിഗണന തീരെ കൊടുക്കാത്തവരുണ്ട്, മാനസിക പരിഗണന തീരെ നൽകാത്തവരുണ്ട്. അത് പണം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. ഏത് രീതിക്ക് ജോലിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായാലും പണം ഇമ്പോർട്ടൻ്റാണ്. എല്ലാ ഏരിയയിലും പണം ഇമ്പോർട്ടൻ്റ് എടുക്കില്ല. അത് ഏത് ഗവൺമെൻറ് കാര്യങ്ങൾക്ക് പോലും പണമില്ലാതെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇത് എല്ലാവർക്കും വ്യൂവർഷിപ്പ് തന്നെയാണ് അവരുടെ മാറ്റേഴ്സ്. അതല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പബ്ലിക്കിനെ ഈ ഇഷ്യൂ അറിയിക്കുക എന്നത് ഒരു ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ പ്രതികരിക്കണം. ആ പ്രതികരണമാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബാക്കി നിങ്ങളുടെ മാത്രം കൈകളിലാണ്. നിങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത്. പൊതുജനങ്ങളുടെ ആ അറിവിലേക്കാണ് നമ്മൾ ഇട്ടുതരുന്നത്. കാരണം ഇനി എന്ത് എന്ന ചോദ്യം നിങ്ങളോട് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ട് ഇതിന് വേണ്ടി ഈ ഒരു തട്ടിപ്പിൽ, ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ജനങ്ങൾ തീരുമാനമെടുക്കുന്നതിനേക്കാൾ മറ്റാരാണ് തീരുമാനമെടുക്കേണ്ടത്? ഇവിടുത്തെ ജനാധിപത്യം അത് നിലനിൽക്കണമെന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. ബൈ ഫോർ എവർ.